പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡിന്റെ പ്രവൃത്തി വൈകാൻ കാരണം ടാറിന്റെ ലഭ്യത കുറവെന്ന എം വിജയൻ MLA. പ്രശ്നം പരിഹരിക്കാൻ അടിയന്തര ഇടപെടൽ നടത്തുമെന്നും MLA അറിയിച്ചു. പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡിന്റെ പ്രവൃത്തി വൈകുന്നത് ജനങ്ങളിൽ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. പ്രവൃത്തി തുടങ്ങി മാസങ്ങൾ കഴിഞ്ഞിട്ടും പൂർത്തിയാക്കാൻ സാധിക്കാത്തത് അധികൃതരുടെ അനാസ്ഥയാണെന്ന ആരോപണം ഉയരുന്നതിനിടയിലാണ് എം വിജയൻ MLAയുടെ പ്രതികരണം. നിലവിൽ പിലാത്തറ മുതൽ പഴയങ്ങാടി വരെ പ്രവൃത്തി പൂർത്തിയായി. താവം പാപ്പിനിശ്ശേരി മേൽപ്പാലങ്ങളുടെ പ്രവൃത്തിയും പൂർത്തീകരിച്ചു. ടാറിന്റെ ലഭ്യത കുറവാണ് പഴയങ്ങാടി മുതൽ പാപ്പിനിശ്ശേരി വരെയുള്ള പ്രവൃത്തി വൈകാൻ കാരണമാകുന്നത്. പ്രശ്നം പരിഹരിക്കാൻ അടിയന്തര ഇടപെടൽ നടത്തുമെന്നും MLA പറഞ്ഞു. അപ്രതീക്ഷിതമായി ഉണ്ടായ യുദ്ധം, ആ സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുകയാണ്. നമുക്കറിയാം, പാചകവാതകത്തിൻ്റെ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ വലിയ രീതിയിൽ രാജ്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ പാചകവാതകത്തിൻ്റെ പ്രശ്നമെന്ന പോലെ, പ്രതിസന്ധി എന്ന പോലെ ടാറിനും ആ പ്രതിസന്ധി ഇപ്പോൾ അഭിമുഖീകരിക്കുകയാണ്. നമുക്കറിയാം, ക്രൂഡ് ഓയിലിൽ നിന്നാണ് ഈ ഉൽപ്പന്നങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ ടാറിൻ്റെ വലിയ പ്രതിസന്ധി നാം അഭിമുഖീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ KSTP റോഡിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാത്തത്. ടാറിന് ഭീകരമായ നിലയിൽ വില വർദ്ധിച്ചു. വില വർദ്ധിച്ചത് മാത്രമല്ല, കാരണം അത് ലഭ്യമാകുന്നില്ല എന്നൊരു പ്രതിസന്ധിയിലാണ് KSTP റോഡിൻ്റെ പ്രവർത്തനം ഇപ്പോൾ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നത്. അതൊരു വലിയ പ്രതിസന്ധിയായി തന്നെ തുടരുകയാണ്. കാരണം KSTP റോഡ് ഇനിയും ഏതാണ്ട് 12 കിലോമീറ്ററിന് മുകളിൽ നമുക്ക് പൂർത്തീകരിക്കാനുണ്ട്. അപ്പോൾ ആ പൂർത്തീകരിക്കാൻ വലിയ നിലയിലുള്ള അളവ് ടാറ് നമുക്ക് ആവശ്യമായിട്ടുമുണ്ട്. മറ്റ് തടസ്സങ്ങളൊന്നും ആ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടില്ല. അതിൻ്റെ ഫണ്ടുമായി ബന്ധപ്പെട്ടും മറ്റ് ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നും നിലനിൽക്കുന്നില്ല. ഈ യുദ്ധത്തിൻ്റെ സാഹചര്യത്തിൽ പാചകവാതകം എന്ന പോലെ ടാറിനും നേരിട്ട വലിയ പ്രതിസന്ധി, അത് വലിയ അളവിൽ നമുക്ക് ഈ റോഡിന് വേണ്ടതുണ്ട്. അത് ലഭ്യമാകാത്ത പ്രതിസന്ധിയാണ് ഇപ്പോൾ റോഡ് മുന്നോട്ട് പോകാതെ നിൽക്കുന്നത്. ആ പ്രതിസന്ധി മറികടന്നയുടൻ നമുക്ക് അത് വേഗതയിൽ തന്നെ പൂർത്തീകരിക്കാൻ വേണ്ടി പറ്റും. പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡിന്റെ ഉപരിതലം മിനുക്കൽ പ്രവൃത്തിക്ക് 18 കോടി രൂപയാണ് അനുവദിച്ചത്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.